നമ്മളെപ്പോഴും ഇസ്രായേൽ ഹമാസിനെ തൂത്തുവാരുന്നു, അല്ലെങ്കിൽ ഹമാസിനെ തീർക്കുന്നു, ഹിസ്ബുള്ളയെ തീർക്കുന്നു, ഹൂത്തികളെ തീർക്കുന്നു, ഇതൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ വരുന്നത് ഇസ്രായേൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അത് ഗാസയുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. എന്താണ് സാർ സംഭവിക്കുന്നത്? ഇവിടെ ഇസ്രായേലിൽ ഇപ്പോൾ തന്നെ ഒരു ആഭ്യന്തര കലാപത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു, ഒരു സിവിൽ വാറിൻ്റെ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നെതന്യാഹുവിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ്. നെതന്യാഹു ഗവൺമെൻറ് പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു വൻ ബഹുജന പ്രക്ഷോഭമാണിപ്പോൾ ഇന്നലെ മുതൽ ഇസ്രയേലിൽ ആരംഭിച്ചിരിക്കുന്നത്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ഒരു ആഭ്യന്തര കലാപം അതല്ലെങ്കിൽ വൻ പ്രതിഷേധം ഉണ്ടാവുമെന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും കൂടെ വേണ്ടിയായിരിക്കണം ഗാസയിൽ 400 ഗാസ നിവാസികളെ കൊന്നുകൊണ്ട് കഴിഞ്ഞ 2 ദിവസത്തേക്ക് മുമ്പ് നെതന്യാഹു വീണ്ടും ഗാസ ആക്രമണം ആരംഭിച്ചത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം അവിടെ ഷിൻബെറ്റ് എന്ന് പറയും, നമ്മുടെ ഇൻ്റേണൽ സെക്യൂരിറ്റി ഏജൻസി അറിയപ്പെടുന്ന ഈ ഷിൻബെറ്റ് ഷാബാക്ക് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഈ ഷിൻബെറ്റിൻ്റെ ചീഫുണ്ട്, അത് റൊനാൻ ബാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനെ ഇന്നലെ ആ സ്ഥാനത്ത് നിന്ന് ഡിസ്മിസ് ചെയ്തു, പിരിച്ചുവിട്ടു. പിരിച്ചുവിടാൻ കാരണമായിട്ട് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഈ റൊനാൻ ബാറിലുള്ള തൻ്റെ വിശ്വാസം, ലാക്ക് ഓഫ് ട്രസ്റ്റ്, അതിൻ്റെ പേരിലാണ് പിരിച്ചുവിടുന്നത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷിൻബെറ്റ് കുറേ നാളുകൾക്ക് മുമ്പ് നെതന്യാഹുവിൻ്റെ ഓഫീസിനെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണം ആരംഭിച്ച് അത് പുരോഗമിച്ചു. അത് നെതന്യാഹുവിൻ്റെ ഇഷ്ടത്തിനെതിരെയും ഒക്കെയുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരുന്ന സാധനം. അത് അന്വേഷിച്ച വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖത്തറുമായിട്ട് നെതന്യാഹുവിൻ്റെ ഉദ്യോഗസ്ഥർക്കുമുള്ള അല്ലെങ്കിൽ ടീമിനുമുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചിട്ടാണ് ഈ ഷിൻബെറ്റ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അത് പുരോഗമിക്കുന്നത് കണ്ടപ്പോഴത്തേക്കാണ് ഇയാളെ സ്വാധീനിക്കാനും കഴിഞ്ഞില്ല. റൊനാൻ ബാറിനെ ഈ നെതന്യാഹുവിനെ സ്വാധീനിക്കാനും കഴിയുന്നില്ല. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഇയാളിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ റൊനാൻ ബാറിനെ പിരിച്ചുവിടുന്നത്. അത് ഇസ്രായേൽ പാർലമെൻറ്റ് അത് അംഗീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അത് സുപ്രീം കോടതി മരവിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ സുപ്രീം കോടതിയുടെ അധികാരം എടുത്തു മാറ്റുന്നതിനുള്ള നിയമനിർമ്മാണം വന്ന സമയത്താണ് ഇസ്രായേൽ ഏതാണ്ടൊരു ആഭ്യന്തര കലാപത്തിൻ്റെ വക്കിലേക്ക് ഏതാണ്ട് 1-2 വർഷങ്ങൾക്ക് മുമ്പ് നീങ്ങിയത്. ഇപ്പോൾ അതെല്ലാം ഈ നെതന്യാഹുവിൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഈ ഷിൻബെറ്റ് ചീഫിനെയും ഡിസ്മിസ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്തതായിട്ട് അദ്ദേഹം ഡിസ്മിസ് ചെയ്യാൻ പോകുന്നത് ഈ ഗാലി മിയറ എന്ന് പറയുന്ന അറ്റോർണി ജനറലുണ്ട്. അപ്പോൾ അവരാണ് യഥാർത്ഥത്തിൽ ഈ നെതന്യാഹുവിൻ്റെ ഓഫീസിനെ കുറിച്ച് അന്വേഷണം നടത്തണം, ഖത്തറുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിനെക്കുറിച്ചും പിന്നെ ഈ അണ്ടർഗ്രൗണ്ട് ഏർപ്പാടുകളെക്കുറിച്ചിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് ഉത്തരവിട്ടത്. അപ്പോൾ അവരെയും നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അടുത്തതായിട്ട് നടക്കുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അതിനോടൊപ്പം തന്നെ ഈ ഗാസയിൽ ആക്രമണം തുടങ്ങിയ സമയത്ത്, ആക്രമണം തുടങ്ങിയതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഈ ബന്ദികളുടെ ബന്ധുക്കളും അവരെ അനുകൂലിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാർ ഈ ഇസ്രയേലിൽ പ്രകടനം ആരംഭിച്ചു. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ശക്തമായ ആക്രമണം ഗാസയിലേക്ക് നടക്കുകയാണെങ്കിൽ ഈ ഹമാസ് തങ്ങളുടെ കയ്യിലുള്ള ഈ ബന്ദികളെ കൊല്ലുമെന്നുള്ള ഭീഷണിയുടെ പേരിൽ ഇപ്പോഴും 59 ബന്ദികളാണ് ഹമാസിൻ്റെ പക്കലുള്ളത്. അതിൽ 24 പേരുള്ള ജീവനോട് ഇരിപ്പുണ്ടെന്നും അറിയുന്നുണ്ട്. അപ്പോൾ ഈ അവശേഷിക്കുന്നവരുടെ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അതിശക്തമായ പ്രക്ഷോഭമായിരുന്നു ഈ ബന്ദികളുടെ ബന്ധുക്കൾ ഇസ്രയേൽ നടത്തിയത്. അപ്പോൾ അതിനെ തൊട്ട് പിന്നാലെയാണ് ഈ ഷിൻബെറ്റ് ചീഫിനെ ബാറിനെ പിരിച്ചുവിട്ടുകൊണ്ടും ഈ ഉത്തരവ് വന്നത്. ഇത് രണ്ടും കൂടെ ചേർന്നപ്പോഴത്തേക്കാണ് ഇസ്രയേലി ജനത ഒന്നാകെ ഇളകിയിട്ടാണ് ഇന്നലെ ഇസ്രയേലിൽ പല ഭാഗങ്ങളിലും ഈ പ്രക്ഷോഭം ഈ സിവിൽ വാറിൻ്റെ രൂപത്തിലേക്ക് ആ പ്രക്ഷോഭം മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇപ്പം അമേരിക്കയുടെ ട്രംപിൻ്റെ ഒരു വിശ്വാസ്യത നെതന്യാഹു നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അത് അവർ തമ്മിലുള്ള ഏർപ്പാടുകൾ എന്താണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. മാത്രമല്ല, ട്രംപ് ഇറാനെ നേരിടാനും ഉദ്ദേശിക്കുന്നുണ്ട്. കാര്യം ഇറാനെയും ഭീഷണിപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണെങ്കിലും നെതന്യാഹുവിനെ പോലെ ഒരാളുണ്ടെങ്കിൽ മാത്രമേ ഇറാനെ നേരിടാനും ട്രംപിന് സാധിക്കുകയുള്ളൂ.
അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പശ്ചാത്തലത്തിലൊക്കെ ആയിരിക്കും അമേരിക്കയുടെയും അല്ലെങ്കിൽ ട്രംപിൻ്റെ ആ ഒരു സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഇപ്പോൾ നെതന്യാഹു തൻ്റെ പൊസിഷൻ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഈ ശ്രമങ്ങൾ നടത്തുന്നത്. ഇതാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെതന്യാഹു തൻ്റെ ഈ സ്ഥാനത്ത് പിടിച്ചു തൂങ്ങാനുള്ള ഈ ഒരു ശ്രമം, ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് മധ്യേഷ്യയിൽ മുഴുവൻ ഇപ്പം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യമനിൽ അമേരിക്ക ആക്രമണം നടത്തി. അതും ഒരു പക്ഷേങ്കിൽ ഈ ഒരു പ്രത്യേക ഒരു സാഹചര്യം പശ്ചിമേഷ്യയിൽ സൃഷ്ടിക്കുകയും അവിടെ നെതന്യാഹുവിന് ആ ഒരു അന്തരീക്ഷത്തിൽ തുടരുകയും ചെയ്യാം എന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരിക്കാം അതിൻ്റെ പിന്നിലുള്ളത്. ഇപ്പോൾ ഹൂതികളുടെ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തി കഴിഞ്ഞ ഒരു 2 ദിവസത്തേക്ക് മുമ്പ്. ഏതാണ്ട് 50ഓളം ഹൂതികളെ വധിക്കുകയും ചെയ്തു. ഇന്നലെ ഹൂതികൾ ഇസ്രയേലിന് നേർക്ക് മിസൈൽ അയച്ചു. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഒരു വാർ സിറ്റുവേഷൻ, വളരെ ഗുരുതരമാകുന്ന ഒരു യുദ്ധാന്തരീക്ഷം സൃഷ്ടിക്കുകയാണെങ്കിൽ നെതന്യാഹുവിന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. ആ പിടിച്ചു നിൽക്കാനുള്ളൊരു ശ്രമമാണ് ഇന്നിപ്പോൾ മധ്യേഷ്യയിലെ ഇത്രയും കലുഷിതമാക്കിയിരിക്കുന്നത്. ഈ പൊതുവേ നമ്മൾ ഈ ഇസ്രായേലിലെ ആഭ്യന്തര യുദ്ധം എന്ന് പറയുമ്പോൾ, ആഭ്യന്തര യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ പല ആളുകൾക്ക് സന്തോഷമാണ്. കാരണം ഹമാസിനെ സ്നേഹിക്കുന്ന പലർക്കും ഇതൊരു സന്തോഷകരമായ വാർത്തയാണ്. അപ്പോൾ ഇസ്രായേൽ തമ്മിലടി തുടങ്ങിക്കഴിഞ്ഞു, ഇനിയിപ്പോൾ പലസ്തീനുകാർക്ക് കൃത്യമായി മുന്നോട്ട് പോകാം. പ്രത്യേകിച്ച് ഹമാസിന് സുരക്ഷിതമായി തന്നെ മുന്നോട്ട് പോകാം. പ്രിയങ്ക ഗാന്ധിയൊക്കെ ഹമാസിനെയും അല്ലെങ്കിൽ പലസ്തീനെയൊക്കെ അനുകൂലിച്ച് രംഗത്തെത്തുമ്പോൾ ഇസ്രായേലികളിലെ ആളുകളുടെ മരണത്തെ നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് പല രംഗത്തുനിന്ന്. അപ്പോൾ ഇത്തരത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർക്ക് കൂടിയുള്ള ഒരു തിരിച്ചടിയല്ലേ ഈ സംഭവം? തിരിച്ചടിയേക്കാൾ ഉപരി ട്രംപും നെതന്യാഹുവും അവരുടെ ഒരു കൃത്യമായ അവരുടെ മുമ്പിൽ ഒരു ടാർഗറ്റുണ്ട്. ആ ടാർഗറ്റിലേക്ക് നീങ്ങുന്നതിൻ്റെ ചിത്രം കൂടെയാണ് കാണുന്നത്. കാര്യം മധ്യേഷ്യയിൽ ഇപ്പം ഹൂതികളുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ആക്രമണം. അപ്പോൾ ഹൂതികളുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഹൂതികൾക്ക് സഹായം കിട്ടുന്ന എവിടെ നിന്നാണ്? ഇറാനിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഹൂതികളുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം, അതേപോലെ ഗാസയിലേക്കുള്ള ആക്രമണം. അപ്പോൾ ഹമാസും വളരെ ശക്തമായിട്ട് രംഗത്തേക്ക് വരുന്നു. ഇങ്ങനെയുള്ളൊരു യുദ്ധ അന്തരീക്ഷത്തിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ അധികാരമാറ്റം, ഇപ്പം നെതന്യാഹുവിനെ മാറ്റി മറ്റൊരു പ്രധാനമന്ത്രി വരിക എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് എളുപ്പമല്ല. മാത്രമല്ല ലിക്വിഡ് പാർട്ടി എല്ലാവിധ സഹായങ്ങളുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ നിൽക്കുകയുമുണ്ട്. ഈ ആഭ്യന്തര കലാപം വർദ്ധിക്കാനുള്ള ഒരു കാരണം ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഖ് ഹെസാർഗ്, അദ്ദേഹം പോലും ഇദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ നടപടികളെ പരസ്യമായിട്ട് വിമർശിക്കുകയും ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള നടപടികളാണ് അന്തരീക്ഷത്തെ മോശമാക്കുകയും പറയുന്നത് അദ്ദേഹം കൂടെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ യുദ്ധാന്തരീക്ഷം വളരെ കലുഷിതമാകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഗാസയിലെ ട്രംപിനുള്ള ലക്ഷ്യം അനായാസം നടപ്പിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ഹമാസിനെ ആഘോഷിക്കാനുള്ള ഒരു അവസരമല്ലിത്. കാര്യം ഹമാസിൻ്റെ നേർക്കുള്ള ആ ഒരു യുദ്ധം എന്ന് പറയുന്നത് കരയുദ്ധം ആരംഭിച്ചു, ഗാസയിലേക്ക് കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അവിടെ തകർന്ന് തരിപ്പണമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചിട്ടാണ്. കാരണം ഗാസ ഒരു റിസോർട്ട് പ്രദേശമാക്കി മാറ്റുക എന്നുള്ള ട്രംപിൻ്റെ ലക്ഷ്യം നടപ്പിലാക്കുന്നതിനുള്ള ഒരു ഇടിച്ചിരത്തിലായിട്ട് പോലും ഒരു പക്ഷേങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു യുദ്ധത്തെ കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നെതന്യാഹുവിന് സ്ഥാനത്ത് തുടരുകയും ചെയ്യാമെന്നുള്ള കണക്കൂട്ടലാണ്. അപ്പോൾ അവിടെ ട്രംപും നെതന്യാഹുവും തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പം ഈ മധ്യ ഏഷ്യയിൽ കാണുന്ന സംഭവങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്.